സർ, ഈ പാകിസ്ഥാൻ്റെ കൈവശമുള്ള, അതായത് ചൈന നൽകിയിരിക്കുന്ന J-10C എന്ന യുദ്ധവിമാനം, ഈ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പരിശീലന അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ പരിശീലിക്കാനായിട്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന സമയത്ത് പരസ്പരം ഈ രണ്ട് വിമാനങ്ങളും, അതായത് J-10C, ഇത് കൂട്ടിയിടിച്ച് തകർന്നതായിട്ട് പാകിസ്ഥാൻ തന്നെ ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് എന്താണ് ശരിക്കും സംഭവിച്ചത്? യുദ്ധവിമാനമാണ്, ചൈനയിൽ നിന്ന് വാങ്ങിയതാണ് J-10C. എന്താ സാർ അത്? ഈ J-10C കുറിച്ച് നമുക്ക് പറയാൻ, പാകിസ്ഥാൻ ഇതിങ്ങനെ തകർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറയാനുണ്ടാവില്ലേ സാർ? ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വ്യോമത്താവളമായ മിൻഹാസ്, അവിടെ ആണ് ഈ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ J-10C. ഇത് ചൈനീസ് നിർമ്മിത ഏതാണ്ട് 5ാം തലമുറ വിമാനമൊക്കെ ആണെന്നൊക്കെ അവർ അവകാശപ്പെടുന്ന സ്റ്റെൽത്ത് ക്വാളിറ്റീസ് ഉള്ള ഒരു വിമാനമാണ്. ഈ വിമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിമാനമാണ്. ഈ വിമാനത്തിൽ നിന്ന് അയച്ച PL-15 എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യയുടെ റഫാലിനെ അവർ തകർത്തു എന്നൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ വീരവാദം മുഴക്കിയത്. അങ്ങനെയുള്ള J-10C 2 പരസ്പരം കൂട്ടിയിടിച്ച് തകർന്നു വീണു എന്നുള്ള ചില ചിത്രങ്ങളും വാർത്തകളും ഒക്കെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിച്ചിരുന്നു. ഈ വിമാനത്താവളത്തിന്, അതായത് മിൻഹാസ്, ആ പ്രദേശത്തിന് കാംപ്ര എന്നും പറയാറുണ്ട്. ഈ മിൻഹാസ് വിമാനത്താവളത്തിന്റെ അടുത്ത് താമസിക്കുന്ന ചിലര് ഇങ്ങനെ ആകാശത്തു നിന്നും ഒരു അഗ്നിഗോളങ്ങൾ താഴേക്ക് പതിക്കുന്നതും പിന്നെ ഒരു മലഞ്ചെരുവിൽ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അഗ്നിഗോളങ്ങളുടെ ഒക്കെ പടം അവരുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ചില മാധ്യമങ്ങളിലൊക്കെ ഇത് 2 J-10C വിമാനങ്ങളാണെന്ന് പറഞ്ഞത്. ഇതിന് മറ്റൊരു പേരും കൂടി പറയും, ചിലരൊക്കെ ചെങ്കുടു എന്ന് പറയും. C എന്ന് പറയുന്നത് ചെങ്കുടു എന്നുള്ള അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് 2022 മാത്രം വ്യോമസേനയുടെ ഭാഗമായി ഏറ്റവും ആധുനികമായ വിമാനമാണ് ഈ J-10C. ഇതിന്റെ ഏറ്റവും വലിയ ഒരു മേൽക്കൈ അഡ്വാൻറ്റേജ് എന്ന് അവർ അവകാശപ്പെടുന്നത് ഇതിലെ PL-15 മിസൈലുകളാണ്. PL-15 മിസൈല് ഇന്ന് ലോകത്തിൽ തന്നെ റഷ്യയുടെ R-77 കഴിഞ്ഞാൽ ഏറ്റവും, ക്ഷമിക്കണം, R-77 കഴിഞ്ഞാൽ ഏറ്റവും, R-77 അല്ല, R-37. R-77 R-37 അങ്ങനെ 2 എയർ ടു എയർ മിസൈലുണ്ട്. പക്ഷെ R-37 കൂടുതൽ റേഞ്ചുള്ള. ആ R-37 കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള 2 എയർ ടു എയർ മിസൈലാണ്. ഒന്ന് നമ്മുടെ റഫാലിലൊക്കെ ഉള്ള മെറ്റിയോർ, രണ്ടാമത്തേതാണ് ഈ PL-15. ആ PL-15 ഘടിപ്പിച്ച ഈ വിമാനമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള ഏറ്റവും ആധുനിക വിമാനം. JF-17 എന്ന് പറഞ്ഞ് ചൈനയും പാകിസ്ഥാനും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിമാനമുണ്ട്. പക്ഷെ ആ വിമാനത്തിനേക്കാൾ ഒരുപാട് ആധുനിക സംവിധാനങ്ങളുള്ള ഏവിയോണിക്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന വെപ്പണറി, ഇതെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട ഒരു വിമാനമാണ് J-10 ചെങ്കുടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ശരി, ഇത് പാകിസ്ഥാന് എന്തോ ഒരു അപകടം അവിടെ സംഭവിച്ചു. പാകിസ്ഥാൻ വ്യോമസേന ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും വിട്ടിട്ടില്ല. കാരണം ചൈന അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ഈ വിമാനം തകർന്നത്. പക്ഷെ പാകിസ്ഥാന്റെ വ്യോമസേന ഈ വാർത്തകളെ ഒന്നും നിഷേധിച്ചിട്ടുമില്ല. അപ്പോ അവർക്ക് നിഷേധിക്കാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയുന്ന പോലെ, അതുമല്ലെങ്കിൽ ചെകുത്താന്റെയും കടലിനും ഇടയ്ക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാന്. വാ തുറക്കാനും വയ്യ, അതേസമയം ഇതിനെക്കുറിച്ച് നിഷേധിക്കാനും അവർക്ക് പറ്റുന്നില്ല. അപ്പോ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യോമയാന വിദഗ്ധർ പറയുന്നത്, ഇനി ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാന് ഇനി നടത്താൻ പോകുന്ന വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ J-10 സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ 2 വിമാനങ്ങൾ കൂട്ടിയിടിക്കണമെങ്കിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇവയുടെ 2 വിമാനങ്ങളും, ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയുടെ F-16 JF-10 തമ്മിലാണ് കൂട്ടിയിടിക്കുന്നത്. നമുക്ക് ഒരു ന്യായമുണ്ട് പറയാൻ. അതായത് ഈ അമേരിക്കൻ വിമാനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്നതിൽ ചൈനീസ് നെറ്റ്വർക്കുകൾക്ക്, ചൈനീസ് ഉപകരണങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഉപയോഗിക്കുന്ന
J-10 ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ കാരണം ചിലപ്പോൾ അത് സംഭവിക്കാം. കാരണം ചിലപ്പോൾ F-16 J-10 ഒരു ശത്രുവായിട്ട് കാണാം. തിരിച്ച് J-10 പിന്നെ ഒരു ശത്രുവായിട്ട് F-16 കണ്ടിട്ട് അങ്ങനെ ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുന്ന ഒരു അപകടമുണ്ട്. പലപ്പോഴും ഈ മറ്റേ വിമാനത്തിനെ ഇതിന്റെ റഡാറുകൾ ശത്രു വിമാനമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അത് ചിലപ്പം പൈലറ്റിന്റെ ഒരു അനുവാദം ഇല്ലാതെ തന്നെ ചിലപ്പോഴൊക്കെ മിസൈലുകൾ കൊടുത്തുവിടുക, അല്ലെ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഒരുപാട് ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുന്ന ഒരു സംഭവം മിസ്കാൽക്കുലേഷൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ രണ്ടും ചൈനീസ് സിസ്റ്റമാണ്. അപ്പോൾ പരസ്പരം അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ നെറ്റ്വർക്കിലോ ഡാറ്റ ലിങ്ക് ഷെയറിങ്ങിലോ ഒന്നും തന്നെ അവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാനിടയും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഒന്നുകിൽ അത് പൈലറ്റ് എററായി, പൈലറ്റുമാര് സ്വാഭാവികമായിട്ടും പൈലറ്റുമാരുടെ എററായി. ഇനി അതല്ലെങ്കിൽ ഈ J-10 എന്ന് പറയുന്ന വിമാനങ്ങൾക്ക് അടിസ്ഥാനപരമായി അതിന്റെ റഡാർ നെറ്റ്വർക്കുകൾക്കോ അതിന്റെ സെൻസറുകൾക്കോ അതായത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എവിടെയോ പ്രതിസന്ധികളുണ്ടായി. ഈ ഒരു വസ്തുതയായിരിക്കണം തൽക്കാലം ഇതിനെക്കുറിച്ച് പഠിച്ച് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രതികരിക്കാതിരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് കാര്യം. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാൻ വളരെ സംശയത്തോടായിരിക്കും. കാരണം ഈ ചൈനീസ് വിമാനങ്ങൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു പരിമിതികൾ ഉണ്ടാവാം, അതിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പരസ്പരം തിരിച്ചറിയുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിന്റെ പേരിൽ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് ഈ വിമാനങ്ങൾ തൽക്കാലം പുറത്തെടുക്കാതിരിക്കും. ഇനി മറ്റൊരു കാര്യം, പാകിസ്ഥാൻ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ സ്പൂഫിംഗ് അറ്റാക്കുകൾ നടത്തുക. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരുപക്ഷെ US ആയിരിക്കും അതിന്റെ പിന്നിൽ. ഈ സ്പൂഫിംഗ് അറ്റാക്കുകൾ നമ്മുടെ പല എയർപോർട്ടിലും വിമാനത്താവളങ്ങൾ, അതായത് ഡൽഹി എയർപോർട്ട്, അമൃത്സർ എയർപോർട്ട്, അതുപോലെ തന്നെ ജമ്മു എയർപോർട്ട്, ഇതിനുള്ളിലുള്ള എയർപോർട്ടുകളിൽ വരെ ഈ പറയുന്ന സ്പൂഫിംഗ് അറ്റാക്കുകൾ നടന്നതായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ അങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ. ഇന്ത്യ ഇലക്ട്രോണിക് യുദ്ധം, ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറയുന്ന ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ സ്പൂഫിങ്ങും ജാമിങ്ങും. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഒരു സ്പൂഫിംഗ് അറ്റാക്ക് ഇന്ത്യയിൽ നടത്തിയെങ്കിൽ അതിനൊരു മറുപടി ഇന്ത്യ തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും പല മാധ്യമങ്ങളും നമ്മളുടെ ചർച്ചകളിൽ തന്നെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. തേജസ് വിമാനം ദുബായ് എയർ ഷോയ്ക്കിടയിൽ തകർന്നു വീണത് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂഫിംഗ് അറ്റാക്കിലാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഈ ഇന്ത്യക്ക് നേരെ നിരന്തരം നടന്ന സ്പൂഫിംഗ് അറ്റാക്കുകൾക്കുള്ള ഒരു തിരിച്ചടിയാണോ ഈ J-10 രണ്ടെണ്ണത്തിന്റെ തകർച്ച? പിന്നെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം പാകിസ്ഥാന്റെ ശത്രുക്കൾ പാകിസ്ഥാന് നേരെ പ്രയോഗിച്ചിട്ടുണ്ടോ? അത് ന്യായമായിട്ടൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു അടിക്കൊരു തിരിച്ചടി, ഇവിടെ ഒരെണ്ണം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രണ്ടെണ്ണം അവിടെ തകർന്നു എന്നുള്ള തിരിച്ചടി ആവാം. ഇനി ചില പാശ്ചാത്യ നിരീക്ഷകരൊക്കെ പറയുന്നത് വിമാനം തകർന്നിട്ടൊന്നുമില്ല, പക്ഷേ വിമാനത്തിന്റെ എഞ്ചിനും അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്കും ചില പ്രതിസന്ധികൾ ഉണ്ടായതാണ്. കാരണം ഈ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പുകപടലം ഉണ്ടാകുകയും വലിയ ഒരു ശബ്ദമൊക്കെ ഉണ്ടാകുകയും കേട്ടു. പക്ഷെ തകർന്നിട്ട് അങ്ങനെ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് തകർന്നിട്ടില്ല. അത് വിമാനത്തിന്റെ എഞ്ചിൻ ഫെയിലർ ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ ചില പാശ്ചാത്യ നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. എഞ്ചിൻ ഫെയിലർ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംശയം ചോദിച്ചോട്ടെ സാർ. അതായത് നമ്മൾ ഇതുപോലെ ചൈനയിൽ നിന്ന് ഇപ്പോൾ വിമാനം ഈ പറയുന്ന പാകിസ്ഥാൻ വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്, അതുപോലെ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇത് അവിടുത്തെ അമേരിക്കൻ സൈനികര് അവരുടെ യുദ്ധവിമാനമാണ് പാകിസ്ഥാൻ വാങ്ങുന്നെങ്കിൽ ആ സൈനികരെ കൂടി കൊടുക്കാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. അതുപോലെ ചൈനയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ ചൈനയിൽ നിന്നുള്ള സൈനികർ ഇത് ഉപയോഗിക്കാൻ പാകിസ്ഥാൻകാർക്ക് അറിയില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ തന്നെ ഉപയോഗിച്ചത് തന്നെയാണല്ലേ? അത് ഇപ്പൊ ചൈനയിലെ ആൾ വന്ന് ഉപയോഗിച്ചതല്ല, അവർ തന്നെ ഉപയോഗിച്ചതായിരിക്കാം അല്ലേ? അവർ തന്നെ ആയിരിക്കാം ഈ യുദ്ധം പാകിസ്ഥാൻ പൈലറ്റുമാർ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇതില് ജിപദാസ് ചോദിച്ചതുപോലെ പലപ്പോഴും പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നിർമ്മിച്ച രാജ്യത്തു നിന്നും വിദഗ്ധര് ഈ വിമാനം
പറപ്പിക്കാനും അത് ഒരു കൊല്ലത്തോളം അവർ കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ വ്യോമസേനയിൽ PAF-ലെ പാകിസ്ഥാൻ എയർഫോഴ്സിൽ ഓപ്പറേഷണൽ ആവുന്നത് 2022-ലാണ്. 2020-ലാണ് ഈ വിമാനം വാങ്ങിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ എടുക്കുന്നത്. അപ്പോ 22-ൽ പാകിസ്ഥാൻ വ്യോമസേനയിൽ ഓപ്പറേഷണലൈസ് ചെയ്യപ്പെട്ട വിമാനത്തിൽ എന്തായാലും ഒരു 23 വരെ തീർച്ചയായിട്ടും ചൈനീസ് വിദഗ്ധർ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോഴും ഒരുപക്ഷെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ, അതായത് MRO സെന്ററുകൾ എന്ന് പറഞ്ഞൊരു സ്ഥാപനങ്ങൾ കാണും. അതിന്റെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്നാണ് അതിന്റെ. ഇപ്പൊ റഫാലിന്റെ MRO സെന്റർ ഇന്ത്യയിലുണ്ട്. ഈ കഴിഞ്ഞ സമയത്ത് അത് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു, ഹൈദരാബാദിലാണ്. അപ്പോ അതുപോലുള്ള MRO സെന്ററുകൾ തീർച്ചയായിട്ടും വിദേശ വിദഗ്ധരും ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ചൈനീസ് സൗദിയിലും ഒക്കെ പലപ്പോഴും വിദേശ പൈലറ്റുമാർ തന്നെ ഉണ്ടായെന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അയ്യപ്പദാസ് പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ പറ്റുന്നില്ല. കാരണം സൗദിയിലൊക്കെ പലപ്പോഴും അമേരിക്കൻ പൈലറ്റുമാർ തന്നെ ഉണ്ട്. പാകിസ്ഥാനിൽ വിമാനം പറപ്പിച്ചിരുന്ന അമേരിക്കൻ പൈലറ്റുമാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് അമേരിക്കൻ വ്യോമസേനയിലെ ഒരു റിട്ടയർമെന്റ് ഒക്കെ ആവാൻ പോകുമ്പോൾ അവർ 2 കൊല്ലമൊക്കെ വന്ന് പാകിസ്ഥാനിൽ സെർവ് ചെയ്താൽ ഭീമമായ സംഖ്യ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കണം. പക്ഷെ ഇവരുടെ വൈദഗ്ധ്യം, ഒന്ന് അവർ തന്നെ വിമാനം പറത്തും, രണ്ടാമത്തേത് പാകിസ്ഥാനിലെ വ്യോമസേനയുടെ പൈലറ്റുമാർക്ക് വിദഗ്ധ ഉപദേശവും ഒക്കെ കൊടുക്കും. പാകിസ്ഥാന്റെ പൈലറ്റുമാര് അത്ര മോശമാണ് അഭിപ്രായം എനിക്കില്ല. കാരണം അവര് വർഷങ്ങളായിട്ട് പാശ്ചാത്യ യുദ്ധവിമാനങ്ങൾ പറത്തി അമേരിക്കയുടെ 1ാം നിര യുദ്ധവിമാനങ്ങൾ തന്നെ അമേരിക്ക പാകിസ്ഥാൻ കൊടുക്കുമായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് ഒരു കാര്യം അറിയാം, ഇന്ത്യൻ സൈന്യത്തോട് ഒരു തരത്തിലും ഏറ്റുമുട്ടി നിൽക്കാൻ പാകിസ്ഥാൻ കരസേനയ്ക്ക് പറ്റും. അത്ര വ്യത്യാസം ഈ 2 കരസേനകൾ തമ്മിൽ. അപ്പോ ഇതൊന്ന് മയപ്പെടുത്താൻ, അതായത് ഈ യുദ്ധം ഒന്ന് കുറച്ച് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേന ഏറ്റവും ആധുനിക വിമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ 60കളിലും ഒക്കെ പാകിസ്ഥാൻ അമേരിക്കയുടെ സാബ്രെ എന്നൊക്കെ പറയുന്ന ജെറ്റുകളായിരുന്നു. ഇന്ത്യയുടെ കൈവശം അത്തരം ജെറ്റുകളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ വ്യോമസേനയേക്കാൾ ആധുനികമായ വിമാനങ്ങൾ എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഈ F-16 പോലും അതിന്റെ ബ്ലോക്ക് D എന്ന് പറയുന്ന ഏറ്റവും പുതിയ വെർഷൻ വരെ അവർക്ക് കിട്ടി. ഇപ്പൊ തന്നെ ചൈനയുടെ ഏറ്റവും പുതിയ വിമാനങ്ങൾ അവർ വിൽക്കുന്നുണ്ട്. J-35, J-10C പോലെ തന്നെ J-20, J-35. ഇതിൽ J-20, J-35 പാകിസ്ഥാൻ അവർ സപ്ലൈ ചെയ്യും. പാകിസ്ഥാൻ നേവിക്കും ഒരു തരത്തിലും നമ്മളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ ശക്തിയും. ഏക മേഖല അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ വ്യോമസേന പരമാവധി പാകിസ്ഥാൻ വ്യോമസേന പരിശീലിപ്പിക്കുകയൊക്കെ അമേരിക്കയും ചൈനയും 2 രാജ്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും 10 ദിവസം പിടിച്ചു ചെയ്യാൻ പറ്റില്ല. മിനിമം ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ട്. ഇവിടെ സംഭവിച്ചിരുന്നത് ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു സ്പൂഫിംഗ് അറ്റാക്ക് തന്നെ ആയിരിക്കും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചടി എന്തായാലും ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകാം. അതല്ലെങ്കിൽ ചൈനയുടെ ഉപകരണങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടായ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ചൈന അംഗീകരിക്കുന്നില്ലെങ്കിൽ അവ യാഥാർത്ഥ്യമാണ്. ചൈന ഇപ്പോഴും യുദ്ധവിമാനം കാരണം ഈ എഞ്ചിനൊക്കെ ഈ J-10C എന്ന് പറയുന്നതിന്റെ എഞ്ചിനുകൾ ഒരു റഷ്യൻ NPO സാറ്റേണിന്റെ എഞ്ചിനീയർ ചൈന ഉണ്ടാക്കിയ എഞ്ചിൻ. ഇത് ആകെ ഇതിനുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് ഞാൻ ഈ മുമ്പേ പറഞ്ഞ 15 മിസൈലാണ്. ബാക്കി കാര്യങ്ങൾക്കൊന്നും ഇത് വലിയ ഉപയോഗമൊന്നുമില്ല. എന്തായാലും ശരി, ഈ ചൈനയ്ക്കും പാകിസ്ഥാനും ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇവ പുറത്തുവിട്ടില്ലെങ്കിലും ഞാൻ ആദ്യം പാകിസ്ഥാന്റെ വ്യോമാഭ്യാസ മേഖലയിൽ ഈ വിമാനങ്ങൾ കാണാതായാൽ തീർച്ചയായിട്ടും ഈ അപകടത്തെ അല്ലെങ്കിൽ ഈ അട്ടിമറി നടന്നിരുന്നു എന്ന് തന്നെ വളരെ കൃത്യമായ സൂചനയായിരിക്കും അത് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. എന്തായാലും
സമയം ഒരുപക്ഷെ നമ്മുടെ സമയം അവസാനിക്കാറായി എന്ന് എനിക്ക് കാരണം നന്ദി. താങ്ക് യു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേറ്റ്സ് ഇതാണ്. താങ്ക് യു സാർ.